ഈ ഒരു വീഡിയോയിലൂടെ 5 സിമ്പിൾ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ? ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ ഈസ് മാസ്റ്റർ ബോഡി ലാംഗ്വേജ്. നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ നമ്മൾ അവരുടെ നിപ്പ് ഒന്ന് ശ്രദ്ധിക്കും. അവരെങ്ങനെയാണ് എന്നുള്ള മൊത്തത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? അതെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ആൾക്കാർ നിങ്ങളെ അളക്കുന്നുണ്ടാവാം. നേരെ നിൽക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക, ചിരിക്കുക. ആവശ്യത്തിന് മാത്രം ഒരു ചെറു പുഞ്ചിരി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹഹഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിരിച്ച് ചളാക്കരുത്. ഒരു ചെറിയ സ്മൈലോട് കൂടെ നിൽക്കുക. കാണുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇടിച്ചു കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ. ബി എ ഗുഡ് ലിസണർ. ഒരാൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഒരു ലിസണർ ആവുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ലോകത്തിലെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളെ കേൾക്കാൻ ഒരാൾ, അങ്ങനെ ഒരാളാകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കുക. പല ആൾക്കാർക്കും പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ടായിരിക്കും അവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. അങ്ങനെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ അവരോട് നമ്മൾ ചെയ്യുന്ന, നമ്മളോട് ഒരാളൊരു വിഷമം പറയുകയോ നമ്മളോട് ഒരാളൊരു കാര്യം സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളത് കേൾക്കാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. സോ നിങ്ങളൊരു ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ് സെക്കൻഡ് ടിപ്പ്. തേർഡ് വൺ ഈസ് സ്പീക്ക് വിത്ത് പർപ്പസ്. അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം. അവർ കണ്ണിൽ നോക്കി നിങ്ങൾ സംസാരിക്കണം. അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം. എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേഗ് ആൻസർ കൊടുക്കാതെ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ, ക്രിസ്പ് ആയിട്ട് നിങ്ങളൊരു ആൻസർ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർ ഓർത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, ആൾ നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കുന്ന ആ ആളല്ലേ എന്ന് അവരുടെ ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കീപ് ലേണിംഗ്. കീപ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വായിക്കുക, ഒരുപാട് ലേൺ ചെയ്യുക, ഒരുപാട് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മളൊരു കാര്യം സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒക്കെ ക്ലാരിറ്റി നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ഒരുപാട് എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്ത് പഠിക്കണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നല്ല ഡീപ്പിൽ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടം പോലെ വായിക്കാനുള്ള ലൈബ്രറീസ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ആവശ്യമുള്ളവർ, അതിനകത്ത് കുറേ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വായിച്ച് അറിവ് നേടുക. അറിവ് നേടുന്ന ആൾക്കാരെ, ഒരുപാട് അറിവുള്ള ആൾക്കാരെ നമ്മൾ ഓർത്തിരിക്കും. അപ്പം അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വൺ ഈസ് ബി ഹംബിൾ ആൻഡ് കൈൻഡ്. നിങ്ങൾ എന്ത് സംസാരിച്ചു എന്ന് പലരും ചിന്തിക്കുന്നില്ല എങ്കിലും നിങ്ങൾ അവരെ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു ഫീലിംഗ് ആണ് അവർക്ക് കൊടുത്തത്, എന്തൊരു ഇമോഷനാണ് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ഉണ്ടായത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരിക്കലും മറക്കില്ല. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ മറക്കുമോ? നമുക്ക് ഒരുപാട് സന്തോഷം തന്നവരെ നമ്മൾ മറക്കുമോ? അതേപോലെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അവർക്ക്. നിങ്ങളുടെ ഒരു പുഞ്ചിരി കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ചോക്കൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ അവരെ ഓർത്തിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചോക്ക് പറയുമ്പോൾ അവർക്ക് കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയില്ല. അതുപോലെ ഭയങ്കര ദയുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളായിരിക്കണം. ഓൾവേസ് ബി കൈൻഡ്, ബി ഹംബിൾ. ഭയങ്കര ഹെഡ് വെയിറ്റ് കാണിച്ച് ഞാൻ ആരാണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ആരോ ആണ് എന്നുള്ള ഭാവത്തിൽ നടക്കാതെ, നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരിടമാണെങ്കിൽ, നമ്മളെ ഒരുപാട് അറിയാവുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കാം. നിങ്ങൾ അവരുടെ അടുത്ത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉള്ള സിറ്റുവേഷൻ, അവർക്കൊരു ഹെൽപ്പ് നീഡഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഹെൽപ്പ് കൊടുക്കാവുന്നതാണ്. അപ്പം ഓൾവേസ് ഹംബിളായിട്ട് ഇരിക്കാൻ നോക്കുക. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഡെവലപ്പിംഗ് പേഴ്സണാലിറ്റി ഈസ് മാജിക്. ഇറ്റ് ഈസ് നോട്ട് എ മാജിക്, ഇറ്റ്സ് എ ഹാബിറ്റ്. നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബെറ്റർ പേഴ്സണാലിറ്റി വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണ് നിങ്ങളെന്ന് പറയത്തില്ല. നിങ്ങൾ വർഷങ്ങളോളം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾ എന്തിലാണോ ഉള്ളത് അതാണ് നിങ്ങളുടെ പുറത്ത് വരുന്നത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഓക്കെ ആ ഒരാളോട് മാത്രം കുറച്ച് സമയം നല്ല രീതിയിൽ നിൽക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്താണോ ശരിക്കും ഉള്ളത് അത് നമ്മൾ ഒരു ടൈം കഴിയുമ്പോൾ പുറത്തു വരും. അങ്ങനെയല്ലേ? നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഭയങ്കര വൾണറബിൾ ആകും. അതേപോലെ അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാബിറ്റ് ഫോം ചെയ്യണം. അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഫോം ചെയ്തിട്ടാണ് അങ്ങനെ ഒരു
ബെറ്റർ പേഴ്സണാലിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി, ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി, നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതൊരു ഹാബിറ്റായിട്ട് പതിയെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. ഓക്കെ, ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.